ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അവോക്കാഡോ ഐസ്ക്രീമാണ് കേട്ടോ. ഗൈസ്, ഞാൻ ഫസ്റ്റ് ഐസ്ക്രീം ഉണ്ടാക്കാൻ നിന്നപ്പോഴാണ് ചോറും റബ്ബേ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ പറഞ്ഞിട്ട് ഞാൻ വേഗം പോയിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ആരൊക്കെ അവോക്കാഡോ ഐസ്ക്രീം കഴിച്ച ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ആലോചിക്കുകയാണ്. ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാൻ എന്തൊരു സിമ്പിളാണ്. ഇവിടെ ഈ വീട്ടിന് മുറ്റത്തൊരു കട ഇട്ടിരുന്നാലോ, ഫ്രഷ് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ ആൾക്കാർ വന്ന് വാങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. സത്യം വെച്ചാൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതേപോലെ പേസ്റ്റായി പരുവത്തിൽ വേണ്ടോ ചെയ്യാൻ. കാരണം വെച്ചാൽ പേസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഈ കട്ട ഉള്ളത് കൊണ്ട് തന്നെ ഈ ഐസ്ക്രീം തിന്നുന്ന സമയത്ത് വിപ്പിംഗ് ക്രീമിൽ അവോക്കാഡോയിൽ മധുരം ഇല്ലാത്തത് കൊണ്ട് കഴിക്കുമ്പോൾ രസം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതിൽ വിപ്പിംഗ് ക്രീം മിക്സിയിലിട്ട് അരക്കുക കേട്ടോ. ഇവിടെ മറ്റേ സാധനമൊന്നുമില്ല, ഇവിടെ ആകെ ഉള്ളതൊരു മിക്സിയാണ്. അതുകൊണ്ട് മിക്സിയിലിട്ടിട്ട് തന്നെ കേട്ടോ അരക്കണത്. ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. നേരം ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കമഴ്ത്തിയിട്ട് ഇത് പോരാതിരിക്കണം അങ്ങനെ കേട്ടോ. പക്ഷെ ഇത് നല്ല ലൂസായി, നിങ്ങളൊന്നും കൂടി ടൈറ്റ് ആക്കിയാൽ മതി. പിന്നെ ഞാൻ അതിട്ടിട്ട് മിക്സ് ആക്കിട്ടോ. പിന്നെ ഞാനൊരു പ്രൊഫഷണലാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവോക്കാഡോൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മറ്റേ അതിൻ്റെ മുകളിൽ ഈ റാപ്പ് ചെയ്യാൻ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പേപ്പർ വെട്ടിയിട്ടാണ് കേട്ടോ ഞാൻ അടച്ചു വെച്ചത്. പിന്നെ ഒന്നും കൂടി പ്രൊഫഷണൽ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കാട്ടി, ഒരു കുരു കൂടി വെച്ച് കൊടുത്തു, അതിൻ്റെ കുരു. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജ് കൊണ്ടുപോയിട്ട് ഫ്രീസർ കൊണ്ടുപോയിട്ട് ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ ബാക്കി ഉണ്ടാകുന്ന ഐസ്ക്രീം ഞാൻ ഒരു ചെറിയ ചോറും പാത്രത്തിലാക്കി വെച്ചിട്ട് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിക്ക് വെക്കാൻ വേണ്ടി ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറന്നേക്ക് കാണുന്നത് ഡോർ എൻ്റെ കയ്യിലേക്ക് പോകുന്നു ഗൈസ്. പിന്നെ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോ നോക്കട്ടെ. കാണാൻ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ഇതിൻ്റെ അവസ്ഥ കേട്ടോ, നല്ല ഫ്രീസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കാൻ പോലും നല്ല തണുപ്പാട്ടോ. എന്നിട്ട് ആ തൊലി ചീന്തി എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര പ്രൊഫഷണൽ വേണ്ടിയിരുന്നില്ല എന്ന് വെച്ചാൽ ചീന്തി എടുക്കാൻ നല്ല ഇടങ്ങാറായി. സംഭവം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടാറ്റാ.